Next topic is carrier transport in semiconductors. Basic transport mechanisms are two types. First one is drift and second one is diffusion. First drift എന്താ നോക്കാം. An electric field applied to a semiconductor will produce a force on electrons and holes so that they will experience a net acceleration and a net movement provided there are available energy states in the conduction band and valence band. This net movement of charge due to electric field is called drift. The net drift of charge give rise to drift current. അതായത് നമ്മളൊരു സെമി കണ്ടക്ടറിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സെമി കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസിനും ഹോൾസിനും ഒരു നെറ്റ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ നെറ്റ് ഫോഴ്സ് കാരണം ദർ വിൽ ബി ആൻ ആക്സിലറേഷൻ ആൻഡ് എ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കണം ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന കാരണം ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് കാരണം ഒരു കറൻറ്റ് ഫോം ചെയ്യും. ആ കറൻറ്റാണ് ഡ്രിഫ്റ്റ് കറൻറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഡെറിവേഷനാണ് വരുന്നത്. ഡ്രിഫ്റ്റ് കറൻറ്റ് ഡെൻസിറ്റി ഡിറൈവ് ചെയ്യണം. അതിൽ തന്നെ വരുന്നതാണ് ഡ്രിഫ്റ്റ് കറൻറ്റ് ഐ ഡ്രിഫ്റ്റ്, ദെൻ കണ്ടക്ടിവിറ്റി സിഗ്മ, മൊബിലിറ്റി മ്യൂ. ഇത്രയും ഡെറിവേഷൻസാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഒരു ചാർജ് കാരിയർ മൂവ് ചെയ്യുന്ന ഒരു പാത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു കാരിയർ മൂവ് ചെയ്ത് ബി എന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തി. അതായത് ചാർജ് കാരിയേഴ്സ് ഇൻ എ സോളിഡ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് മോഷൻ. അപ്പോൾ ഒരു മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സോളിഡ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇലക്ട്രോൺ അറ്റ് പോയിന്റ് എ നീഡ് നോട്ട് റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതാണ്. സോ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പോൾ അതിനെ നമുക്ക് ഇ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അത് കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും എന്നറിയാം. സോ ആ ഫോഴ്സ് എന്താ നോക്കാം. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഈച്ച് ഇലക്ട്രോൺ ഈസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യു ഇ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു ഇ എന്ന് പഠിച്ചിട്ടുണ്ടാവും. സോ ഇ എക്സ് എന്ന് പറയാൻ കാരണം നമ്മൾ എക്സ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തത്. സോ എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യു ഇ എക്സ്. അത് ഇക്വേഷൻ 1. ഇനി ഇവിടെ മൈനസ് എന്നാണ് കാണുന്നത്. അപ്പോൾ മൈനസ് വരാനുള്ള റീസൺ വി ആർ കൺസിഡറിങ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ് ആണെന്നറിയാം. അങ്ങനെയാണ് അവിടെ മൈനസ് ക്യു ഇ എക്സ് എന്ന് വന്നത്. എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യു ഇ എക്സ്. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. വി നോ ദാറ്റ് വി ഹാവ് n number of electrons. So net force experienced by this n number of electrons is Fx is equal to minus n into q into Ex. That is equation 2. If Px is the total momentum of a group of n electrons per centimeter cube along x direction, then Fx is equal to d by dt of Px. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p by t ആണ്. p by t ആണെന്നറിയാം. സോ Fx is equal to d by dt of Px. Now compare equation 2 and 3. Equation 2 Fx is equal to minus nq Ex. Equation 3 Fx is equal to d by dt of Px. So ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ we will get d by dt of Px is equal to minus nq Ex. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. സോ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് പി എക്സ് ഡ്യൂ ടു ഫീൽഡ് is equal to minus nq Ex. That is taken as equation 4. So this gives the continuous acceleration of electrons in the minus x direction. അപ്പോൾ ഇതൊരു ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത കാരണം ഇലക്ട്രോൺസ് മൂവ് ചെയ്തു, ആക്സിലറേഷൻ സംഭവിച്ചു. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ ദർ വിൽ ബി എ ഡിസിലറേറ്റിംഗ് ഫോഴ്സ്. അത് കൊളീഷൻ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ബാലൻസ്ഡ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ബൈ ദ ഡിസിലറേറ്റിംഗ് ഫോഴ്സ് ഓഫ് ദി കൊളീഷൻ പ്രോസസ്. അപ്പോൾ ഇനി നമുക്ക് കൊളീഷൻ കാരണം ഉണ്ടാവുന്ന മൊമെൻറ്റം ചേഞ്ചാണ് കാണേണ്ടത്.
So to evaluate the change in momentum due to collisions, we have to consider the collision probabilities. So probability of collision for any electron in any time interval dt is given by dt by t bar. അതിൽ t bar represent ചെയ്യുന്നത് mean free time between collisions or scattering events. അതായത് രണ്ട് കൊളീഷൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഫ്രീ ടൈം. ഒരു കൊളീഷൻ വന്നു, ദെൻ നെക്സ്റ്റ് കൊളീഷൻ എത്തുന്നതിന് മുമ്പ് ഉള്ള ഫ്രീ ടൈം, അതാണ് മീൻ ഫ്രീ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിഫറൻഷ്യൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡ്യൂ ടു കൊളീഷൻ ഇൻ ടൈം ഡി ടി ഈസ്, നമുക്ക് ഡി പി എക്സ് എന്താ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ് ഇൻറ്റു ഡി ടി ബൈ ടി ബാർ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ 5. സോ ഇതിൽ നിന്ന് നമുക്ക് ഡി പി എക്സ് ബൈ ഡി ടി കാണാം. ദാറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി എക്സ് ഡ്യൂ ടു ദി ഡിസിലറേറ്റിംഗ് ഫോഴ്സ് ഓഫ് കൊളീഷൻസ്. അതായത് മൊമെൻറ്റം ചേഞ്ച് ഡ്യൂ ടു കൊളീഷൻ. സോ ഡി ബൈ ഡി ടി ഓഫ് പി എക്സ് ഡ്യൂ ടു കൊളീഷൻ ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ് ബൈ ടി ബാർ. ദാറ്റ് ഈസ് ഇക്വേഷൻ 6. ഇനി സ്റ്റഡി സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ ആക്സിലറേറ്റിംഗ് ഫോഴ്സും ഡിസിലറേറ്റിംഗ് ഫോഴ്സും തമ്മിലുള്ള സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് at steady state sum of accelerating and decelerating effects must be 0. accelerating force decelerating force നെ cancel ചെയ്യും. so sum of these forces will be 0. so we are taking the sum, that is equation 4 plus equation 6. d by dt px due to field plus d by dt px due to collision, that is equal to minus px by t bar plus minus nqex, that will be equal to 0. That is minus px by t bar is equal to nqex. From that we can find px. Px is equal to minus nq t bar ex. Put it as equation 7. Next, average momentum per electron. We know we have n number of electrons. So momentum per electron is equal to px by n. So average momentum per electron is represented as px by n, which is equal to minus q t bar ex. That is taken as equation 8. ഈ സിമ്പൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആവറേജ് ഓവർ ദി എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു ആവറേജ് ക്വാണ്ടിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പലാണിത്. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, എം ഇൻറ്റു വി. സോ മൊമെൻറ്റം ബൈ മാസ് ഗീവ്സ് ദി വെലോസിറ്റി. അതാണ് നെക്സ്റ്റ് 9th ഇക്വേഷൻ്റെ സ്റ്റെപ്പിൽ കാണിച്ചിട്ടുള്ളത്. പി എക്സ് ബൈ എം എൻ സ്റ്റാർ ഇസ് ഈക്വൽ ടു വി എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ടി ബാർ ex divided by mn star, and this velocity is known as drift velocity. That is our equation 9. We know that current density J is equal to n into q into v. N is the number of particles, q is the charge, and v is the velocity. So apply that equation. So we will get Jx is equal to minus nq vx. Minus sign is due to the electron charge. Then Vx is the average velocity. So we will get equation 10. Now substitute equation 9 in equation 10. So Jx is equal to minus nq into minus qt bar ex by mn star. Now we will get nq square t bar ex divided by mn star. That is our equation 11. This equation can be written as Jx is equal to sigma ex, where sigma is equal to nq square t bar by mn star. This sigma is called the conductivity. That is our equation 13. Now sigma can also be written as n into q into mu n, where mu n is equal to q t bar by mn star.
and this mu1 is called the electron mobility. Electron mobility describes the ease with which electron drift in the material. എത്ര ഈസി ആയിട്ടാണ് എത്രമാത്രം ഈസി ആയിട്ട് എളുപ്പത്തിൽ ഇലക്ട്രോണിന് ഒരു മെറ്റീരിയലിലൂടെ മൂവ് ചെയ്യാം എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാരാമീറ്ററാണ് മൊബിലിറ്റി. കൺസിഡർ ദി ഇക്വേഷൻ 9. Vx is equal to minus qt bar into Ex by Mn star. But we know that qt bar by Mn star is mu1. That is given in equation 15. So we can written as Vx is equal to minus mu1 Ex. From that mu1 is equal to minus Vx by Ex. Now consider equation 12. We have Jx is equal to sigma Ex. But in equation 14 we have sigma is equal to nq mu1. So equation 12 can be rewritten as Jx is equal to sigma Ex is equal to nq mu1 Ex. That is equation 17. This derivation is based on the assumption that the current is carried primarily by electrons. Electrons ആണ് മെയിൻ കറണ്ട് കാരിയേഴ്സ് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ഈ ഡെറിവേഷൻസ് എല്ലാം തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഹോൾസിനെ കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരുമ്പോൾ ഹോൾസിൻ്റെ കേസും കൂടെ എടുക്കേണ്ടി വരും. സോ ഇഫ് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് പാർട്ടിസിപ്പേറ്റ് ഇൻ കറണ്ട് ഫ്ലോ, ഇക്വേഷൻ 17 can be rewritten as Jx is equal to nq mu1 Ex plus pq mu p Ex. That is equation 18. This Jx is called the current density. So we have derived the equation for drift current density. From this we can find out the drift current Ix. We know that current density is equal to current by area. So current is equal to current density into area. So Ix is equal to A into nq mu1 Ex plus A into pq mu p Ex. That is equal to A into nq mu1 Ex plus pq mu p Ex.